അവൻ്റെ പേര് ആസിം വെളിമണ്ണ. കേവലം ഒരു പേരായിരുന്നില്ല അത്. ഇച്ഛാശക്തിയുടെയും പോരാട്ട വീര്യത്തിൻ്റെയും ഒരു പ്രതീകമായിരുന്നു. കൈകളില്ലാതെ ഒരു കാൽ ഭാഗികമായി തളർന്ന് 90% ശാരീരിക വെല്ലുവിളികളോടെയാണ് ആ കുഞ്ഞ് ഈ ലോകത്തേക്ക് പിറന്നു വീണത്. എന്നാൽ വിധി അവന് മുമ്പിൽ തീർത്ത മതിലുകൾ അവനൊരു വിഷയമായിരുന്നില്ല. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവൻ സഞ്ചരിച്ചത് വെറും വഴികളിലൂടെ ആയിരുന്നില്ല, അവകാശ പോരാട്ടത്തിൻ്റെ പാതയിലൂടെയായിരുന്നു. അവൻ പഠിച്ച LP സ്കൂളിനെ UP സ്കൂളാക്കാൻ വേണ്ടിയുള്ള അവൻ്റെ സമരം ഒരു കുട്ടിയുടെ നിശ്ചയദാർഢ്യം സർക്കാരിൻ്റെ തീരുമാനങ്ങളെപ്പോലും മാറ്റിയെഴുതുന്ന കാഴ്ച ലോകത്തിന് കാട്ടിക്കൊടുത്തു. കാലുപയോഗിച്ച് അവൻ എഴുതിയ കത്തുകൾ അധികാരികളുടെ കണ്ണു തുറപ്പിച്ചു. വെറും എഴുത്തും സമരവുമായി ഒതുങ്ങിയില്ല അവൻ്റെ ലോകം. കൈകളില്ലാതെ പെരിയാർ നദി നീന്തിക്കിടന്നപ്പോൾ അതൊരു കായിക നേട്ടം എന്നതിലുപരി ആത്മവിശ്വാസം കൊണ്ട് ഏത് പ്രതിബന്ധത്തെയും മറികടക്കാം എന്ന വലിയ പാഠമായിരുന്നു. പാരാസ്വിമ്മിങ്ങിൽ അവൻ നേടിയ സ്വർണ്ണ മെഡലുകൾ ശരീരം മനസ്സെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു തടസ്സമേ അല്ലെന്ന് തെളിയിച്ചു. മെസ്സിയെ കണ്ടതും ഖത്തർ ലോകകപ്പ് കാണാൻ പോയതുമെല്ലാം അവൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അവൻ പ്രചോദനമായി. അവകാശങ്ങൾക്കായി പോരാടാനും സ്വപ്നങ്ങൾ വലുതാക്കാനും അവൻ ലോകത്തോട് ആവശ്യപ്പെട്ടു. ആസിം വെളിമണ്ണ അവൻ ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നില്ല. ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് അവൻ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിട്ട് പ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെയും വെളിച്ചം പരത്തി അവൻ ഇന്നും മുന്നോട്ട് പോകുന്നു. ആ വെളിച്ചമാണ് നമ്മൾ ഓരോരുത്തർക്കും പ്രത്യാശ. മലപ്പുറം ജില്ലയിലെ വെളിമണ്ണ സ്വദേശിയായ ആസിം അബൂബക്കർ സുബൈദ ദമ്പതികളുടെ മകനാണ്. കൈകളില്ലാത്തതിനാൽ കാൽമുട്ടുപയോഗിച്ചാണ് അവൻ എഴുതിയിരുന്നത്. ആസിം ശാരീരിക പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ഒരു വ്യക്തിത്വമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.